ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ എങ്ങനെയാണ് മേക്ക് ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളരാനും മുടി ഒഴിച്ചലൊന്നും ഇല്ലാതെ വളരാനായിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് ഞാനിന്ന് ഇവിടെ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ അത്രയും നല്ല ഐറ്റംസ് ആണ് മുടി വളർച്ചയ്ക്കുള്ളത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹെയർ ഓയിൽ മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതിലുള്ള തുളസി ഇല, അതുപോലെ തന്നെ കുറച്ച് ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കഴുകിയെടുത്ത് ഒന്ന് മിക്സിയിൽ അരച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അരച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ എല്ലാം നമ്മളിതിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അടി കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ എണ്ണ കാച്ചാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മുടെ അടുത്ത് ഒരു മില്ലുണ്ട്. ആ മില്ലിൽ പോയിട്ട് നമ്മൾ കൊപ്രാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് ആഡ് ചെയ്തിട്ടുള്ളത്. കടയിൽ നിന്ന് മേടിച്ച വെളിച്ചെണ്ണയല്ല, കൊപ്രയിൽ ആട്ടിയിട്ടുള്ള നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള ഔഷധങ്ങളുടെ കൂട്ട് നമ്മളെല്ലാം കൂടി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. നല്ല രീതിയിൽ കാച്ചിയെടുക്കണം. മണൽ പരിവാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബോട്ടിലേക്ക് മാറ്റുന്നത്. ഇതേ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിലാണ് നമ്മുടെ ഓയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ റോസ്മേരിയുടെ ലീഫ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നല്ല പോലെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റണം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുവരെ എല്ലാം ഇതിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചാറുള്ളത്. അപ്പോൾ ദേ നമുക്കിനി നമ്മുടെ 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് മാറ്റാം. 800 ml ആണ് കേട്ടോ നമുക്ക് കാച്ചിയപ്പോൾ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓയിൽ മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല പുതിയ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.